ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ഭാഗ്യപരീക്ഷണമാണെന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. യഥാർത്ഥത്തിൽ ട്രേഡിംഗ് ഒരു ഭാഗ്യപരീക്ഷണമാണോ? അതോ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് അഡ്വാൻറ്റേജ് കിട്ടുന്ന എന്തെങ്കിലും ഒരു ടൂളോ സ്ട്രാറ്റജിയോ ശരിക്കും ഇന്ന് അവൈലബിൾ ആണോ? ഇതിനെല്ലാം ഒരു പരിഹാരം എന്ന് ഞാൻ കരുതുന്ന, ഞാൻ പേഴ്സണലി ട്രേഡ് ചെയ്തിട്ടുള്ള നല്ലൊരു ട്രേഡിംഗ് മെത്തേഡ് ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ട്രേഡിംഗ് മെത്തേഡുകളിൽ പലതും യൂസ് ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണ്. ഹിസ്റ്റോറിക്കൽ പ്രൈസിനെയും വോളിയത്തിനെയും ബേസ് ചെയ്തിട്ടാണ് മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അധികം ഇൻഡിക്കേറ്റേഴ്സും ട്രേഡ് ചെയ്യുന്ന ആളുകളും അറ്റ് ദ പ്രസൻറ്റ് ടൈമിലെ പ്രൈസിനെയും വോളിയത്തിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് 90% നമ്മുടെ നാട്ടിൽ ട്രേഡ് ചെയ്യുന്ന 90% ആളുകളും ട്രേഡ് ചെയ്യുന്നത്. ഇതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഇൻ്റർ മാർക്കറ്റ് റിലേഷൻഷിപ്പിനെ നമ്മൾ ട്രേഡ് ചെയ്യുന്ന അസറ്റുമായിട്ട് ഡൈവേർജൻസ് നോക്കി കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഇതിനൊരു എക്സാമ്പിളായിട്ട് പറയാം നമുക്ക്. നിങ്ങൾ കടയിൽ ആപ്പിൾ മേടിക്കാൻ വേണ്ടി പോകുന്നു. ആപ്പിളിൻ്റെ ഇന്നത്തെ വില കിലോന് 100 രൂപയാണെന്ന് കരുതുക. ആപ്പിളിൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ വില 90 രൂപയും ഇന്നലത്തെ വില 95 രൂപയായിരുന്നു. പക്ഷേ നിങ്ങൾ കടക്കാരനോട് ചോദിക്കുന്നു, അടുത്ത ആഴ്ച ആപ്പിളിൻ്റെ വില എത്രയായിരിക്കും? കടക്കാരന് എന്തിനാസ്പദമാക്കിയിട്ടാണ് പറയുക? കഴിഞ്ഞ ആഴ്ചത്തേലും ഇന്നലത്തെയും 20 ദിവസം മുമ്പത്തെയും ആപ്പിളിൻ്റെ വില കമ്പയർ ചെയ്തിട്ട് ഇന്ന് അടുത്ത ആഴ്ച ഓൺ ആൻ ആവറേജ് ഇത്രയാണെന്നാണ് പറയുന്നതാണോ ഏറ്റവും ആക്യുറേറ്റ്? അതോ ആപ്പിളിൻ്റെ സീസണല്ല, ആപ്പിളിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഇപ്പം എക്സ്പെൻസ് കൂടുതലാണ്, അല്ലെങ്കിൽ ആപ്പിളിൻ്റെ പ്രൊഡക്ഷൻ എടുക്കുന്ന ഏരിയകൾ ഒരുപാട്, ആപ്പിളിൻ്റെ ഡിമാൻഡ് കൂടുതലാണ്, ഇതുപോലെയുള്ള ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഉത്തരവാണോ നിങ്ങൾ അന്നേരം ആക്സെപ്റ്റ് ചെയ്യുക? തീർച്ചയായും നമ്മളെല്ലാവരും ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ഉത്തരമായിരിക്കും. കഴിഞ്ഞ ആഴ്ചത്തെ പ്രൈസ് വെച്ചിട്ട് അടുത്ത ആഴ്ചൻ്റെ ഒരു ഊഹാപോഹം പറയുന്നതിലും ബെറ്ററായിട്ട് ആപ്പിളിൻ്റെ പ്രൊഡക്ഷൻ ഇല്ല, ആപ്പിളിൻ്റെ സീസൺ ഇല്ല, ആപ്പിളിൻ്റെ ഫ്യൂൽ നാട്ടിലൊന്നും ഇവിടേക്ക് എത്തിക്കാനുള്ള ഫ്യൂൽ ചാർജ് കൂടുതലാണ്, ഇതെല്ലാം ബേസ് ചെയ്തിട്ട് കടക്കാരനൊരു പ്രൈസ് പറയുന്നതായിരിക്കും നമുക്ക് കൂടുതലും റിയാലിറ്റി ആയിട്ട് ഫീൽ ചെയ്യാം. അതുപോലെ തന്നെയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്തും. നമ്മൾ ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആളുകൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഗോൾഡിൽ ബൈ വരുമ്പോഴാണ് ഗോൾഡിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകുന്നത്. അപ്പം ആളുകൾ സെർട്ടൈൻ ടൈമിൽ എന്തിനാണ് ഗോൾഡ് എന്ന് പറഞ്ഞ ആസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുള്ള ഒരു സിനാരിയോ നമ്മൾ അറിഞ്ഞിരിക്കണം. മറ്റ് റീറ്റെയിൽ ഇൻഡിക്കേറ്റേഴ്സിനെ പോലെ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് 20 ദിവസത്തെയും 30 ദിവസത്തെയും 15 ദിവസത്തെയും ഒക്കെ പ്രൈസിൻ്റെ ആവറേജിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾക്ക് ഇൻഡിക്കേഷൻ തരുന്നത്. അതുപോലെ സ്റ്റൊക്കാസ്റ്റിക്സ് ആണെങ്കിലും മാഗ്ഡി ആണെങ്കിലും ഒക്കെ പ്രീവിയസ് പ്രൈസ് റിയാക്ഷൻസിനെ ബേസ് ചെയ്തിട്ടും വോളിയത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് തരുന്നത്? ഒരു പ്രഡിക്ഷൻ തരുന്നത്. ഓവർ സോൾഡ് ഓർ ഓവർ ബോട്ട് എന്നെല്ലാം പറയുന്നത്. ഇതിൽ നിന്നെല്ലാം ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് വേണ്ട എന്താണ്? ഇൻവെസ്റ്റ് ചെയ്യുന്ന അസറ്റ് റിസ്ക് ഫ്രീ ആണെന്ന് തോന്നണം. അങ്ങനത്തെ സമയങ്ങളിൽ മാത്രമേ ആ പർട്ടിക്കുലർ അസറ്റിലേക്ക് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. ഗോൾഡിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഫിയർ വേണം. ബോണ്ടുകളുടെ ഈൽഡ് വളരെ കുറവായിരിക്കണം. ഇതുപോലെയുള്ള സിനാരിയോസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ഗോൾഡിൻ്റെ പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യുന്നതല്ലേ ശരിക്കും നമ്മളൊരു റീറ്റെയിൽ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിട്ട് ഗോൾഡിൻ്റെ പ്രൈസ് ഒരു ഇന്നതായിരിക്കുമെന്ന് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യുന്നതിനേക്കാളും ഭേദം, പ്രോബബിലിറ്റി കൂടുന്നത് ഈ ഒരു മെത്തേഡിനായിരിക്കില്ലേ? അതുകൊണ്ടാണ് ഇൻ്റർ മാർക്കറ്റ് റിലേഷൻഷിപ്പ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ട്രാക്ക് ചെയ്യണമെന്ന് പറയുന്നത്. റീറ്റെയിൽ മെത്തേഡും അതുപോലെ ഈ ഇൻ്റർ മാർക്കറ്റ് റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ടുള്ള 1-2 ട്രേഡിംഗ് മെത്തേഡുകളും യൂസ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലൊരു ട്രേഡിംഗ് സ്ട്രാറ്റജി ഉണ്ട്. അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഗോൾഡിൻ്റെ പ്രൈസിനെ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ബോണ്ടുകളുടെ ഈൽഡ് എന്ന് എടുക്കുമ്പം വേൾഡിലുള്ള എല്ലാ രാജ്യത്തിൻ്റെയും ഈൽഡുകളുടെ വാല്യൂ കുറയുന്നതും കൂടുന്നതും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെപ്പോഴും US നോമിനൽ ഈൽഡുകളിൽ ഫോക്കസ് ചെയ്താൽ മതി. കാരണം US ഡോളറാണ് വേൾഡ് കറൻസി ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഡോളറിനെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് വരിക US ഈൽഡുകളുടെ വ്യത്യാസങ്ങളായിരിക്കും. സോ US 10-year നോമിനൽ ഈൽഡ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്താൽ മതി. നമുക്ക് ഗോൾഡിൽ എങ്ങനെ ട്രേഡ് എടുക്കാം എന്നുള്ളൊരു സ്ട്രാറ്റജി നമുക്ക് നോക്കാം. അതുതന്നെ നമ്മൾ ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്യാം. ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ട് ഞാനിപ്പം ഗോൾഡിൻ്റെ ചാർട്ടാണ് ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നത്. ഗോൾഡിലാണ് ഞാൻ കൂടുതൽ സമയം ട്രേഡ് എടുക്കാറ്. നമുക്ക് അതുകൊണ്ട് ഗോൾഡിൽ എക്സാമ്പിൾസ് നോക്കാം. ഇത് ഗോൾഡിൽ മാത്രമല്ല, ഇത് ഗോൾഡിൽ ട്രേഡ് ചെയ്യാനും യൂറോ USD കറൻസി പെയേഴ്സിൽ ഏത് കറൻസി പെയർ ആണെങ്കിലും അതിൽ ട്രേഡ് ചെയ്യാനും, എല്ലാ കറൻസി പെയറും അല്ല, US ഡോളർ ഡിനോമിനേറ്റഡ് കറൻസി പെയേഴ്സിൽ
JPY USD, യൂറോ USD, GBP USD, ഇതുപോലെ USD നോമിനേറ്റഡ് കറൻസിയിലും അതുപോലെ US ഓയിലും XY USD, XAG USD ഈ അസറ്റിലൊക്കെ ട്രേഡ് ചെയ്യാം. അതുപോലെ നിഫ്റ്റിയിലും ട്രേഡ് ചെയ്യാം. ചാർട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന ഈ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ വിൽ സ്പ്രെഡ് എന്ന് ടൈപ്പ് ചെയ്യാം. വിൽ സ്പ്രെഡ്, ഈ ആദ്യം കാണുന്ന ഈ സ്റ്റാർ വെച്ചേക്കുന്ന ഈ ഒരു ഇൻഡിക്കേറ്റർ സെലക്ട് ചെയ്യാം. ഈ ഇൻഡിക്കേറ്ററിൽ ആണ് നമുക്ക് ഇന്റർ മാർക്കറ്റ് ഡയറക്ഷൻ കൺഫർമേഷൻ നമുക്ക് കിട്ടുന്നത്. സോ ഈ ഒരു ഇൻഡിക്കേറ്റർ എടുത്തതിന് ശേഷം ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് പോവാം. സെറ്റിങ്സിൽ ഈ ആദ്യം കാണുന്ന ഫാസ്റ്റ് EMA എന്നുള്ളത് അത് തന്നെ മതി. പിന്നെ സ്ലോ EMA എന്നുള്ളത് 20 തന്നെ മതി. മാർക്കറ്റ് 1 എന്നുള്ളിടത്ത് ഗോൾഡിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. മാർക്കറ്റ് 2 എന്നുള്ളിടത്ത് US 10-year നോമിനൽ ഈൽഡിനെ സെലക്ട് ചെയ്യാം. റെസൊല്യൂഷൻ 1 വീക്ക് തന്നെ കൊടുക്കാം, കുഴപ്പമില്ല. സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഇൻഡിക്കേറ്റർ. ഈ ഇൻഡിക്കേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് സിമ്പിളായിട്ടൊന്ന് കാണിച്ചു തരാം. ഈ ഇൻഡിക്കേറ്റർ നമുക്കിപ്പം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ 10 ദിവസത്തെ പ്രൈസിൻ്റെ മൊമെൻ്റ് അല്ല, കഴിഞ്ഞ 20 ദിവസത്തിൻ്റെ പ്രൈസിൻ്റെ മൊമെൻ്റ് അല്ല. ഗോൾഡിൻ്റെ കറണ്ട് പ്രൈസിനെ US 10-year നോമിനൽ ഈൽഡുമായിട്ട് സ്ട്രെങ്ത് ബേസ് ചെയ്തിട്ട് ഡൈവേർജൻസ് കാണിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഗോൾഡിനെ 10-year നോമിനൽ ഈൽഡുമായിട്ട് സ്പ്രെഡ് കാണിച്ചു തരുവാണ് ചെയ്യുന്നത്. നോമിനൽ ഈൽഡുമായിട്ടുള്ള ഗോൾഡിൻ്റെ സ്പ്രെഡ് വളരെ താഴെയാണെങ്കിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സ്പ്രെഡ് താഴോട്ട് പോകാൻ സാധ്യതകൾ കൂടുതലാണ്. ഞാനത് എല്ലാ സമയവും ഒരുപോലെ വർക്ക് ചെയ്യുന്നല്ല പറയുന്നത്. പക്ഷേ ഈ സ്പ്രെഡ് ഒന്നെങ്കിൽ നമ്മൾ ഗോൾഡിന്റെ വിലനെ ഇമ്പാക്ട് ചെയ്യുന്ന സംഗതിയാണ് നോമിനൽ ഈൽഡ് എന്ന് പറഞ്ഞു. ഒന്നെങ്കിൽ നോമിനൽ ഈൽഡ് ആദ്യം മുകളിലോട്ട് പോകണം, എന്നിട്ട് ഗോൾഡ് താഴോട്ട് പോകണം, അല്ലെങ്കിൽ ഗോൾഡ് ആദ്യം താഴോട്ട് പോകണം, പിന്നെ നോമിനൽ ഈൽഡ് മുകളിലോട്ട് പോകണം. ഇവിടുത്തെ സിനാരിയോയിൽ നോമിനൽ ഈൽഡ് ആദ്യം മുകളിലോട്ട് പോയിരിക്കുന്നു. അതുകൊണ്ടാണ് ഗോൾഡിന്റെ പ്രൈസ് താഴോട്ട് വീഴുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ഇൻഡിക്കേറ്റർ താഴോട്ട് ആദ്യം തന്നെ ഈ 0 ലൈനെ ക്രോസ് ചെയ്തേക്കുന്നത്. അതായത് ഗോൾഡും നോമിനൽ ഈൽഡും തമ്മിലുള്ള സ്പ്രെഡ് കുറഞ്ഞു വരുന്നു, അതായത് ഗോൾഡ് താഴോട്ട് മൂവ് ചെയ്യണം. അത്ര മാത്രമാണ് ഈ ഇൻഡിക്കേറ്റർ നമുക്ക് കാണിച്ചു തരുന്നത്. മറ്റെല്ലാം നമ്മുടെ പ്രൈസ് ആക്ഷൻ, അതുപോലെ മാർക്കറ്റ് സ്ട്രക്ചർ, ഇതെല്ലാം ബേസ് ചെയ്തിരിക്കും നമ്മുടെ ട്രേഡിങ്ങിന്റെ ക്വാളിറ്റി. സോ ഇതൊരു ഇൻഡിക്കേറ്റർ ആണെന്ന് കരുതിയിട്ട് ഇത് ക്രോസ് ചെയ്യുന്ന സമയത്ത് നെയ്ഡായിട്ട് ബൈയും സെല്ലും എടുക്കണം എന്നല്ല പറയുന്നത്. നമ്മൾ ട്രേഡിങ്ങിൽ നോർമലി ഫോക്കസ് ചെയ്യുന്ന എല്ലാ സംഗതികളും ഇതിലും ഫോക്കസ് ചെയ്യണം. പക്ഷെ ഇത് നമുക്ക് എന്ത് ചെയ്യും, ഗോൾഡിന്റെ പ്രൈസിന് പുറമേയുള്ള ഒരു തേർഡ് ഓർ സെക്കൻഡ് എലമെന്റുമായുള്ള ഗോൾഡിന്റെ പ്രൈസ് റിലേഷൻഷിപ്പും കൂടി നമുക്ക് ഇതിൽ കാണിച്ചു തരും. അത്രയേ ഉള്ളൂ. സോ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് താഴോട്ട് ട്രേഡ് എടുക്കാം. അതുപോലെ പിന്നീട് മുകളിലോട്ട് പോയി കുറച്ച് മുകളിലോട്ട് പോയതിന് ശേഷം ഇത് സ്ട്രെങ്ത് ഇല്ല, വീണ്ടും ഇതാദ്യം താഴോട്ട് വന്നു, അതിന് ശേഷമാണ് ഗോൾഡ് വീണ്ടും താഴോട്ട് വീണേക്കുന്നത്. പിന്നീട് വീണ്ടും ഇത് മുകളിലോട്ട് പോയി, ഇവിടുന്ന് കൺഫേം ആയി, അതിനുശേഷമാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയേക്കുന്നത്. ഈ ഒരു സിനാരിയോ നമ്മൾ എല്ലാ ട്രേഡിങ്ങിന് യൂസ് ചെയ്യുന്ന എല്ലാ ഇൻഡിക്കേറ്റർ പോലും തന്നെ നമുക്ക് ഇതിനും പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യുന്ന സമയമുണ്ട്, തീരെ വർക്ക് ചെയ്യാത്ത സമയങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ മാർക്കറ്റുമായിട്ടുള്ള മറ്റ് നോളജുകളും ഇതുമായിട്ട് ആഡ് ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ടൂളിനെ കുറേയും കൂടെ ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ ടൂള്. ഇനി ഇതിലേക്ക് നമ്മുടെ രണ്ടാമത്തെ ടൂളിനെ ആഡ് ചെയ്യുവാണ്. വീണ്ടും ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ ഈ ഒരു ടാബിൽ സെലക്ട് ചെയ്യുക. അതിൽ വില്യംസ് പെർസെൻറ്റേജ് റേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്റ്റാർ ഇട്ട് വെച്ചേക്കുന്ന ഈ ഒരു ഇൻഡിക്കേറ്റർ സെലക്ട് ചെയ്യുക. ആ ഒരു ഇൻഡിക്കേറ്റർ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സെറ്റിങ്സിലേക്ക് പോവുക. സെറ്റിങ്സിൽ 65 ലെങ്ത് എന്നുള്ളിടത്ത് 65 ചൂസ് ചെയ്യുക. ഞാൻ പല ലെങ്ത്തിൽ ഞാനത് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ സ്വയം ട്രേഡ് എടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും നമുക്ക് ഒരുപാട് നോയ്സസ് ഒഴിവാക്കുന്നത് 65 ആണ്. സോ 65 ചൂസ് ചെയ്യുക. അതിനുശേഷം സോഴ്സ് എന്നുള്ളിടത്ത് ക്ലോസ് തന്നെ മതി, ടൈം ഫ്രെയിം എന്നുള്ളിടത്ത് ചാർട്ട് തന്നെ മതി. ഓക്കെ സെലക്ട് ചെയ്യാം. വില്യം പെർസെൻറ്റേജ് റേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളിപ്പം ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ക്യാരക്ടറൈസേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ നോർമൽ സ്റ്റൊക്കാസ്റ്റിക്സ് ആൻഡ് RSI പോലെ തന്നെ ഓവർബോട്ട് ആൻഡ് ഓവർസോൾഡ് കാണിച്ചു തരുന്നത്. ഇത് ഇന്റർ മാർക്കറ്റ് റിലേഷൻഷിപ്പ് ഒന്നുമില്ല. നമുക്ക് ഓവർബോട്ട് ഏരിയയും ഓവർസോൾഡ് ഏരിയയും കാണിച്ചു തരുന്നത്, അത്രയേ ഉള്ളൂ.
ഫസ്റ്റ് നമ്മൾ താഴോട്ട് ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് വേണം? പേഴ്സൻറ്റേജ് റേഞ്ച് ഓവർ ബോട്ടിലായിരിക്കണം. ഇവിടെ പേഴ്സൻറ്റേജ് റേഞ്ച് ഓവർ ബോട്ടിലാണ് വന്ന് നിൽക്കുന്നത്. ഓവർ ബോട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ താഴോട്ട് എടുക്കണം എന്നില്ല. നമുക്കൊരു കൺഫർമേഷൻ ആയിട്ട് ആദ്യം എന്ത് വേണം? നോമിനൽ ഈൽഡുമായിട്ടുള്ള ഗോൾഡിൻ്റെ സ്പ്രെഡ് ബിയറിഷ് ആയിരിക്കണം. നോമിനൽ ഈൽഡുമായിട്ടുള്ള ഗോൾഡിൻ്റെ സ്പ്രെഡ് നോക്കാനാണ് നമ്മൾ ഈ സ്പ്രെഡ് നോക്കുന്നത്, വീൽ സ്പ്രെഡ് നോക്കുന്നത്. സോ ആദ്യം ഇത് ഓവർ ബോട്ട് ഏരിയയിലാണ്. സോ നമുക്ക് എന്ത് വേണം? വീൽ സ്പ്രെഡ് താഴോട്ട് സീറോ ലൈനെ ക്രോസ് ചെയ്യണം. സോ സീറോ ലൈൻ ഇതാ ഇവിടെ ക്രോസ് ചെയ്തു. സോ നമ്മൾ ഓവർ ബോട്ട് ഏരിയയിലെത്തി, വീൽ സ്പ്രെഡ് താഴോട്ട് ക്രോസ് ചെയ്തു. പിന്നെ നമ്മൾ നോർമൽ ട്രേഡ് ചെയ്യുന്ന നമുക്കൊരു ലിക്വിഡിറ്റി സ്വീപ്പ് വേണം. ലിക്വിഡിറ്റി സ്വീപ്പ് വന്നു. മാർക്കറ്റ് ഇതൊരു സ്മോളർ ടൈം ഫ്രെയിമിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇതൊരു പെർഫെക്റ്റ് എൻട്രി ആയിട്ട് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ ഒരു ഇംബാലൻസ് നിന്നും ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ എടുക്കാൻ പറ്റും. സി സോ നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ സിനാരിയോ നോക്കാം. ഓവർ സോൾഡ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. പേഴ്സൻറ്റേജ് റേഞ്ച് ഓവർ സോൾഡ് ഏരിയയിൽ എത്തിയ സ്ഥിതിക്ക് നമുക്ക് എന്ത് വേണം? ഇനി സ്പ്രെഡ് ബുള്ളിഷ് ആവണം. സോ സ്പ്രെഡ് ബുള്ളിഷ് ആകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. സ്പ്രെഡ് ബുള്ളിഷായി, സ്പ്രെഡ് ഇവിടെ ബുള്ളിഷ് ആയിരിക്കുന്നു. സ്പ്രെഡ് ബുള്ളിഷ് ആകുന്ന സമയത്ത് നമുക്ക് എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി രണ്ട് രീതിയിൽ എൻട്രി എടുക്കാം. ഒന്നെങ്കിൽ നമ്മളിപ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് ട്രേഡ് എടുത്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നടക്കുന്നുണ്ടോ, താഴെ ഒരു ബുള്ളിഷ് ബ്രേക്കർ വരുന്നുണ്ടോ എന്ന് നോക്കാം. ബുള്ളിഷ് ബ്രേക്കർ വരുന്നില്ല, ഒരു ലിക്വിഡിറ്റി സ്വീപ്പ്, ഇതുപോലെയുള്ളൊരു ലിക്വിഡിറ്റി സ്വീപ്പ് കഴിഞ്ഞിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകണമെങ്കിൽ നമുക്ക് ധൈര്യത്തിൽ എടുക്കാമായിരുന്നു. പക്ഷെ ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിനാരിയോ വരുന്ന സമയത്ത് നമുക്ക് മാർക്കറ്റിൻ്റെ നോർമൽ ചേഞ്ച് ഓഫ് ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാം. ഇവിടെ മാർക്കറ്റിൻ്റെ ഫസ്റ്റ് ക്യാരക്ടറാണ്. ഈ ക്യാരക്ടറിനെ വീണ്ടും ബ്രേക്ക് ചെയ്തു. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ 50% എൻട്രി എടുക്കാം. മാർക്കറ്റ് ഇവിടെ സ്ലൈറ്റ്ലി ഓവർ ബോട്ട് ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. സോ ഇതൊരു ഓവർ ബോട്ട് ഏരിയയിലാണ് മാർക്കറ്റ്. അതിനുശേഷം ഒരു സ്ട്രോങ് ബിയറിഷ്നെസ് കാണിച്ചു. സ്പ്രെഡ് ബിയറിഷ് ആയിട്ടുണ്ട്. ഇവിടെ സ്പ്രെഡ് ബിയറിഷ് ആയി കഴിഞ്ഞാൽ നമ്മൾ എൻട്രി സെറ്റപ്പ് എങ്ങനെയാണ്? ആസ് യൂഷ്വൽ, ഒന്നെങ്കിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ലെങ്കിൽ ലിക്വിഡിറ്റി സ്വീപ്പ്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കൊരു പ്രോപ്പർ ലിക്വിഡിറ്റി സ്വീപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ആ രീതിയിലെടുക്കാം. ഈ ലിക്വിഡിറ്റി സ്വീപ്പായിട്ട് എടുക്കാം. ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നമുക്ക് എൻട്രി എടുക്കാം. ഇതുപോലെയുള്ള സിനാരിയോസ് എല്ലാ ദിവസവും നടക്കുന്നു. എല്ലാ ദിവസവും ഈ ഒരു ഇൻഡിക്കേറ്റർ, ഈ രണ്ട് ഇൻഡിക്കേറ്ററും യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല എൻട്രീസ് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനിയിപ്പം ഇത് കഴിഞ്ഞ് നേരെ താഴെ മാർക്കറ്റ് ഇവിടെ എത്തിയ സമയത്ത് ഇത് ഓവർ ബോട്ടിൽ എത്തിയിട്ടുണ്ട്. സോ ഈ ഓവർ ബോട്ടിൽ എത്തിയതിന് ശേഷം നമുക്ക് ട്രേഡ് എന്തായാലും നോക്കാം. ഇതൊരു ഓവർ ബോട്ട് ഡയറക്ഷനിൽ എത്തിയിട്ടുണ്ട് മാർക്കറ്റ്. സോ നമുക്കിനി എന്ത് വേണം? മാർക്കറ്റ് സ്പ്രെഡ് ബുള്ളിഷ് ആവണം. സ്പ്രെഡ് ഇപ്പം ഇവിടെ നിന്നൊക്കെ ഏകദേശം ബുള്ളിഷ് ആയിട്ടുണ്ട്. ഇവിടുന്ന് ക്ലിയർലി ബുള്ളിഷായി. ഇവിടുന്ന് ബുള്ളിഷാണ് സ്പ്രെഡ്. സോ ഇനി നമുക്ക് എൻട്രി ഉണ്ടോ എന്ന് നോക്കാം. ഇതിന് ശേഷം സ്പ്രെഡ് ബുള്ളിഷ് ആയതിനു ശേഷം നമുക്കൊരു ലിക്വിഡിറ്റി സ്വീപ്പാണ് ഫസ്റ്റ് വേണ്ടത്, അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ. നമുക്കൊരു പ്രോപ്പർ ലിക്വിഡിറ്റി സ്വീപ്പ് വന്നു. ലിക്വിഡിറ്റി സ്വീപ്പ് വന്നു. മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ഈ ഒരു ബ്രേക്കർ തന്നെ എൻട്രി എടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ എടുക്കാം. I prefer this.
അപ്പോഴേക്ക് മാർക്കറ്റിൻ്റെ ക്യാരക്ടറൈസേഷൻ മാറിപ്പോകും. നമുക്ക് ഈ ഒരു എൻട്രി എടുക്കാം. അതിനുശേഷം ഇവിടുന്ന് നമ്മുടെ വീൽ സ്പ്രെഡ് താഴോട്ട് ക്രോസ് ചെയ്തത് കണ്ടില്ലേ, താഴോട്ട് ഇങ്ങനെ ക്രോസ് ചെയ്തു. പക്ഷേ നമ്മുടെ പേഴ്സൻറ്റേജ് റേഞ്ച് ഒരിക്കലും ഓവർ ബോട്ടിലോട്ട് വന്നിട്ടില്ല. പെർസെൻറ്റേജ് റേഞ്ച് എന്ന് പറയുന്നത് ഒരു കോമൺ റീറ്റെയിൽ ടൂൾ മാത്രമാണ്. അതിന് നമ്മളൊരു മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്. സോ അതിനുശേഷം വീണ്ടും പ്രൈസ് ഒന്ന് ഓവർ സോൾഡിലെത്തി ഉടനെ തന്നെ നമുക്കൊരു സ്ട്രോങ് ക്രോസ് ഓവർ തന്നു. വീൽ സ്പ്രെഡിൻ്റെ സ്ട്രോങ് ക്രോസ് ഓവർ തന്നു മുകളിലോട്ട്. ഇനി നമുക്ക് എൻട്രി ഉണ്ടോ എന്ന് നോക്കാം. എൻട്രി പ്രോപ്പർലി ആസ് യൂഷ്വൽ നമുക്ക് നല്ലൊരു ക്യാരക്ടർ ചേഞ്ച് തന്നു, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നു. നമുക്ക് ധൈര്യത്തിൽ എൻട്രി എടുക്കാം. ഇത് പിന്നീട് മാർക്കറ്റ് ഓവർ ബോട്ടിലെത്തിയതിന് ശേഷം, ഓവർ ബോട്ടിലായിരുന്നു ഈ ഒരു ഏരിയയിലൊക്കെ. അതിനുശേഷം നമുക്കൊരു സ്പ്രെഡ് വീണ്ടും ഒരു ബിയറിഷ് ക്രോസ് തന്നു. ബിയറിഷ് ക്രോസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ആസ് യൂഷ്വൽ നമുക്ക് എന്ത് വേണം, ഒരു ക്യാരക്ടർ ചേഞ്ച് ക്യാരക്ടർ ഉണ്ട്. ഇവിടെ നമുക്ക് സ്പോട്ടിൽ പ്രത്യേകിച്ച് ഒരു എൻട്രി ഒന്നും കിട്ടിയില്ല. ബട്ട് മാർക്കറ്റ് ഒന്ന് റിവേഴ്സിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ട്രേഡ് എടുക്കാമായിരുന്നു. ഈ ഒരു ടൂള് എല്ലാ രീതിയിലും എഫക്റ്റീവ്ലി യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ബ്ലൈൻഡ്ലി ഈ വില്യം പെർസെൻറ്റേജ് റേഞ്ച് 0 ലൈന് ക്രോസ് ചെയ്തെന്ന് കരുതി ട്രേഡ് എടുക്കുന്നതിന് പകരം ഓവർ ബോട്ട് ഏരിയ, ഓവർ സോൾഡ് ഏരിയ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. അതിന് ഈ ടൂൾ വേണമെന്നില്ല. ഈ പെർസെൻറ്റേജ് റേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടൂൾ വേണമെന്നില്ല. നമ്മൾ ഈ വില്യം പെർസെൻറ്റേജ് റേഞ്ച് എന്ന് പറയുന്ന ഈ ഒരു ടൂള് മാർക്കറ്റ് കണ്ടീഷൻ നമുക്ക് മുൻകൂട്ടി തന്നെ അറിയിച്ചു തരാൻ പല സാഹചര്യങ്ങളിൽ ഹെൽപ്ഫുള്ളാണ്. പക്ഷേ ഇത് ബ്ലൈൻഡ്ലി ടൂള് 0 ലൈനെ താഴോട്ട് ക്രോസ് ചെയ്യുന്ന സമയത്ത് സെല്ലെടുക്കാനും മുകളിലോട്ട് ക്രോസ് ചെയ്യുന്ന സമയത്ത് ബൈ എടുക്കാനും നിൽക്കരുത്. അത് റിസ്ക്കിയാണ്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നോർമൽ ബേസിക് ആയിട്ടുള്ള മാർക്കറ്റ് സ്ട്രക്ചർ, ഓർഡർ ബ്ലോക്ക്, ലിക്വിഡിറ്റി സ്വിപ്പ്, ഇന്ന മാതിരിയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ സ്വയം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേയും കൂടി അക്യുറേറ്റ് ആയിട്ട് ഇൻ്റർ മാർക്കറ്റ് ഡയറക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് മാക്രോ ഡയറക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഈ ഒരു ടൂളിൻ്റെ പ്രധാന യൂസ് എന്ന് പറയുന്നത്. ഈ വില്യംസ് പെർസെൻറ്റേജ് റേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ടൂള്, അതിൻ്റെ ആവശ്യം ശരിക്കും നമുക്കില്ല. നമ്മൾ നോർമൽ മാക്രോ ലെവലിൽ ട്രേഡ് ചെയ്യാൻ അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ ആദ്യത്തെ ടൂള് മാത്രം മതി, സ്പ്രെഡ് മാത്രം മതി, വിൽ സ്പ്രെഡ് മാത്രം മതി. ശരിക്കും മാർക്കറ്റിൽ കുറേയും കൂടി സമയം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരുപാട് ഇതുപോലുള്ള റീറ്റെയിൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാതിരിക്കുക. പക്ഷേ നമുക്ക് മാക്രോ സെൻറ്റിമെൻറ്റ്സ് എന്താണെന്ന് ഈസിലി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വിൽ സ്പ്രെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ലിയർലി നല്ലൊരു മാർക്കറ്റ് എഡ്ജ് ഉണ്ടാക്കാൻ പറ്റും. മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു എഡ്ജ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അതിന് കുറച്ച് റിസ്ക് മാനേജ്മെൻറ്റ്, ഇതുപോലെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സ്വന്തം ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. ഈ ഒരു മാക്രോ ഡയറക്ഷൻ മാത്രമാണ് നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്ററിൽ കാണിച്ചു തരുന്നത്. വില്യം പെർസെൻറ്റേജ് റേഞ്ച് നമുക്ക് ഓവർ ബോട്ടിൻ്റെ ഓവർ സോൾഡ് ഡയറക്ഷൻ കാണിച്ചു തരുന്നു. വിൽ സ്പ്രെഡ് നമുക്ക് മാക്രോ ഡയറക്ഷൻ കാണിച്ചു തരുന്നു. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ മാർക്കറ്റ് സ്ട്രക്ചർ പോലെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പൊസിഷൻ സൈസിങ് എല്ലാം കറക്റ്റ് ചെയ്യുവാണെങ്കിൽ ലോങ് റണ്ണിൽ നമുക്ക് ക്ലിയർലി പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. സ്ട്രാറ്റജി എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ എനിക്ക് നേരിട്ട് മെസ്സേജ് അയക്കാം, കമൻറ്റ് ചെയ്യാം. കൂടുതൽ സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള ട്രേഡിംഗ് മെത്തേഡുകളും ഐഡിയകളും പ്രത്യേകിച്ച് മാക്രോ ലെവൽ ഡയറക്ഷൻസും കാര്യങ്ങളും മനസ്സിലാക്കാമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ തീർച്ചയായും ഫോളോ ചെയ്യുക. ഐ വിൽ ഡെഫിനറ്റ്ലി അപ്ഡേറ്റ് മോർ ഡീറ്റെയിൽസ് അബൌട്ട് ട്രേഡിംഗ് ഇൻ ദിസ് ചാനൽ.